പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ മാ ഉൻസിലത്ത് സൂറത്തുൻ ഫമിൻഹും. ഖുർആനിലെ ഏതെങ്കിലും ഒരു അധ്യായം അവതരിപ്പിക്കപ്പെട്ടാൽ അവരിൽ ചിലർ പറയും, നിങ്ങളിൽ ആർക്കാണ് ഇതുവഴി വിശ്വാസം വർദ്ധിച്ചു എന്നത്? എന്നാൽ സത്യവിശ്വാസികൾക്കാവട്ടെ അത് അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക തന്നെയാണ് ചെയ്തത്. അവർ അതിൽ സന്തോഷം കൊള്ളുകയും ചെയ്യുന്നു. അപ്പോൾ സത്യനിഷേധികൾ എന്ത് ചെയ്യും? അവർക്ക് ഖുർആൻ ഇഷ്ടമില്ല, ഇസ്ലാം ഇഷ്ടമില്ല. പക്ഷെ എന്തായാലും അവരെന്ത് ചെയ്യും? ഇതൊക്കെ കേൾക്കാൻ വരും. എന്താണ് അവരുടെ ഉദ്ദേശം? ഖുർആൻ എന്തൊക്കെയാണ് അവതരിപ്പിക്കുന്നത്? എന്നിട്ട് അത് അവരുടെ അണികൾക്ക് എത്തിച്ചു കൊടുക്കും. നല്ല ആൾക്കാർ അവർക്കുണ്ടായിരുന്നു. പ്രവാചകൻ്റെ അടുക്കൽ വന്നിരിക്കും. മദീനയിലേക്ക് പിന്നെ ഇസ്ലാം വന്നതോടുകൂടി അവിടെ, അല്ലെങ്കിൽ ബദറിന് ശേഷം ഈ മുനാഫികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. കാരണം ഇസ്ലാം വിജയിച്ച മതമാണ് ഇസ്ലാം. അപ്പം ആള് കൂടല്ലോ. മനസ്സിലെ ഇപ്പോൾ നമ്മൾ നാട്ടിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് വിജയിക്കുന്നത്? അതുവരെ കോൺഗ്രസ് ആയ ആള് ആ നാട്ടിൽ ഇപ്പം മാർക്സിസ്റ്റ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തെങ്കിലും പെട്ടെന്ന് മാർക്സിസ്റ്റായി മാറും. പിന്നെ അവൻ മാർക്സിസ്റ്റിൻ്റെ ആൾ. കാരണം എന്തെങ്കിലും കിട്ടും, നേട്ടങ്ങൾ കിട്ടും. ഭരണപക്ഷത്തിൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല. അപ്പം 2 തവണ ഇപ്പം മാർക്സിസ്റ്റ് വഴി ജയിച്ചല്ലോ. ഇപ്പം പിണറായിയാണ് ഭരിക്കുന്നത്. അപ്പം ഒരുപാട് കോൺഗ്രസ്സുകാർ എന്തിലേക്ക് പോയിട്ടുണ്ട്? കമ്മ്യൂണിസ്റ്റിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഭരിക്കുന്ന പാർട്ടിക്കൊപ്പം നിന്നാൽ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവുള്ളൂ. പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ നിന്നൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഒരാൾക്കാർ എന്ത് അതിലേക്ക് പോകും. ഇനി അടുത്ത തവണ അപ്പോൾ കോൺഗ്രസ് ജയിച്ചാലോ ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എന്ത് ചെയ്യും? പതുക്കെ കോൺഗ്രസ്സിലേക്ക് വരും. ഇങ്ങനെയുള്ള പണത്തെ മോഹിക്കുന്ന ചില രാഷ്ട്രീയക്കാരാണ് ഈ പാർട്ടികൾ നശിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ബദറിൽ മുസ്ലിങ്ങൾ വിജയിച്ചതോടുകൂടി കപടവിശ്വാസികളുടെ എണ്ണം കൂടി, മുനാഫിക്കുകൾ ഒരുപാട് കൂടി. അവർ പ്രവാചകൻ്റെ കൂടെ പള്ളിയിലും അവിടെയും ഇവിടെയൊക്കെ ഉണ്ടായിരുന്നിട്ട് ഓരോ രഹസ്യങ്ങൾ, പ്രവാചകന് കിട്ടുന്ന സൂക്തങ്ങൾ ഉടനടി കുറേശികൾക്ക് എത്തിച്ചു കൊടുക്കും. ഇങ്ങനെ ആയത്താണ് മുഹമ്മദിനെ അവതരിപ്പിച്ചത്, ഇങ്ങനെ അത് നമ്മൾ. അപ്പോൾ ഓരോ ആയത്തുകളും ശരിക്കും പിന്നെ കൂരമ്പ് പോലെ ഈ സത്യനിഷേധികളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. അവരെന്താ ചെവിയിൽ വിരലുകൾ തിരുകുകയാണ്. അത് ഖുറാനിൽ പറയുന്നുണ്ട്. ഖുറാനിൽ സൂക്തങ്ങൾ തൊട്ട് അവർ ചെവിയിൽ വിരലുകൾ തിരുകുന്നു. ഞാനും ഇതുപോലെ ഫ്ലാറ്റ് എർത്തിനെ സംബന്ധിച്ച ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ 2 ഭൂമിക്കാർ അത് കേട്ട ഭാവമൊന്നും എടുക്കില്ല, വാക്ക് മാറ്റുക, ഗ്രൂപ്പിൽ അനാവശ്യം മെസ്സേജ് ഇട്ട് നടക്കുക, ഇങ്ങനെ കുറേ പണികൾ ചെയ്തുകൊണ്ടിരിക്കുക അവർ. അപ്പോൾ അതുപോലെ തന്നെ ഇവർ എന്ത് ചെയ്തു? ഖുറാനിൽ ജിബ്രീൽ അലൈഹി സ്വലാം പ്രവാചകൻ ഓരോ സൂക്തം അവതരിപ്പിക്കുമ്പോഴും അതെന്താണെന്ന് അറിയും. എന്നിട്ട് അറിഞ്ഞ ഉടനെ പിന്നെ മുസ്ലിങ്ങളോട് വന്ന് ചോദിക്കും, ഈ സൂക്തം അവതരിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായോ? നിങ്ങളുടെ ഈമാൻ വർദ്ധിച്ചോ എന്ന് ചോദിക്കും. പക്ഷെ ഏതൊരു സൂക്തം അവതരിപ്പിച്ച് വെച്ചാലും വിശ്വാസികൾക്ക്, മുസ്ലിങ്ങൾക്ക് ദൈവവിശ്വാസം വർദ്ധിക്കുകയില്ലാതെ കുറഞ്ഞിട്ടില്ല. നമുക്കറിയാമല്ലോ പിന്നെ പ്രവാചകന് പിന്നെ ഇവിടെ പോയ കഥ, ഇവിടെ 7-ാം ആകാശത്ത് പോയി അള്ളാഹുവിനെ കണ്ട കഥ, മിറാജ് യാത്ര. ഇത് കേട്ട മാത്രയിൽ അബൂബക്കർ റളിയല്ലാഹു വിശ്വസിച്ചു. പ്രവാചകനെ കണ്ടിട്ടില്ല, പ്രവാചകനടുത്തേക്ക് അന്ന് പോകാൻ കഴിഞ്ഞിട്ടില്ല. പ്രവാചകൻ എന്തോ കച്ചവട സംബന്ധമായിട്ടോ എന്തോ പ്രവാചകനെ കണ്ടിട്ടില്ല. ചന്തയിൽ വെച്ച് ഒരു വ്യക്തി അബൂബക്കർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, എൻ്റെ സുഹൃത്തായ മുഹമ്മദ് ഇവിടെ പോയിട്ടുണ്ട്, ചന്തയിൽ പോയി അള്ളാഹുവിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞല്ലോ. ഉടനടി അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും. പ്രവാചകൻ ഒരിക്കലും കളവ് പറയില്ല. അതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു ഒറ്റ വാക്കുകൊണ്ടാണ് പ്രവാചകൻ സിദ്ദീഖ് എന്ന പേര് നൽകിയത് അബൂബക്കർ റളിയല്ലാഹു. കാരണം കണ്ടിട്ടില്ല, പ്രവാചകൻ്റെ നാവിൽ നിന്ന് കേട്ടിട്ടില്ല, ശത്രുക്കളുടെ നാവിൽ നിന്ന് കേട്ട, എന്നിട്ട് വരെ അദ്ദേഹം പ്രവാചകനെ വിമർശിച്ചിട്ടില്ല, പ്രവാചകൻ തള്ളി പറഞ്ഞിട്ടില്ല, ഒരു സംശയം പോലും പ്രകടിപ്പിച്ചിട്ടില്ല. ഉടനടി അത് വിശ്വസിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്നുള്ള പേര് നൽകിയത്. അപ്പം ഏതൊരു ഖുർആനിൽ ഏത് സൂക്തം അവതരിപ്പിക്കുമ്പോഴും വിശ്വാസികൾക്ക് വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും വിശ്വാസം കുറയുന്നില്ല. പക്ഷേ സത്യനിഷേധികൾക്ക് ഓരോ സൂക്തങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവിടെ നെഞ്ചിലേക്ക് കൂരമ്പുകൾ പോലെ ഇറങ്ങുകയാണ്. അതുമാത്രമല്ല, അവർ ഒളിക്കണ്ണോടെ നോക്കും. കാരണം ഇത് നമുക്ക് നേരെയുള്ള സൂക്തമാണല്ലോ. അവർക്ക് ഓരോ സൂക്തങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവർക്കറിയാം ഇതൊക്കെ നമുക്കുള്ളതാണല്ലോ. ഖുർആനിൽ പല ഭാഗത്തും
ഈ മുനാഫിക്കുകളുടെ ഇതൊക്കെ പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ തന്നെ പറയുന്നുണ്ട് മുനാഫിക്കുകളുടെ കാര്യങ്ങൾ. തുടക്കത്തിൽ തന്നെ ഒരു 5-10 സൂക്തങ്ങളിലായിക്കൊണ്ട് പറയുന്നുണ്ട്. അതേസമയം സത്യനിഷേധികളെപ്പറ്റി ഒറ്റ വാക്കിലാണ് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചു. പക്ഷെ പിന്നീട് അങ്ങോട്ട് മുനാഫിക്കുകളുടെ കാര്യങ്ങൾ ഒരുപാട് വാക്യങ്ങളിൽ പറയുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ മുനാഫിക്കുകളുടെ അവസ്ഥ. പിന്നെ പറയാണ്, എന്നാൽ മനസ്സുകളിൽ രോഗമുള്ളവർക്കാകട്ടെ അവർക്ക് അവരുടെ ദുഷ്ടതയിലേക്ക് കൂടുതൽ ദുഷ്ടത കൂട്ടിച്ചേർക്കുകയാണ് അത് ചെയ്തത്. അപ്പോൾ സത്യനിഷേധികളായി ഇരിക്കുകയും മരിക്കുകയും ചെയ്തു. പക്ഷെ മനസ്സിൽ ദുഷ്ടതാണ്, പക്ഷെ മനസ്സിൽ രോഗമുണ്ട് അവർക്ക്. സൂറത്തുൽ ബഖറയിൽ പറയുന്ന വാക്കാണ് രോഗമുണ്ട് എന്നുള്ള വാക്ക് തുടക്കത്തിൽ പറയുന്നുണ്ട്. മനസ്സിൽ രോഗമുള്ളവർക്ക് എന്താണ്, ദുഷ്ടതയ്ക്ക് മേൽ കൂടുതൽ ദുഷ്ടത കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. എപ്പോഴൊക്കെ ഖുർആനെ വിമർശിക്കുന്ന ആരൊക്കെ, അല്ലെങ്കിൽ ഇസ്ലാമിൽ യഥാവധി നിൽക്കാത്തവരൊക്കെ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും, തിന്മകൾ ചെയ്ത് കൂട്ടുന്നവരാണ് അല്ലേ. ചില ആൾക്കാരുണ്ടാവും പിന്നെ പാവങ്ങളെ സഹായിക്കാതിരിക്കുക, സ്വത്തുക്കളൊക്കെ കുന്നുകൂടി തിന്നുക, തിന്മയിലൂടെ പണം സമ്പാദിക്കുക, നേരായ മാർഗത്തിൽ കളവ്, ചതി, വഞ്ചന, അതുപോലെ തന്നെ മോഷണം, കള്ളുകുടി, വ്യഭിചാരം, ഇങ്ങനെയൊക്കെ തിന്മകൾ ചെയ്യുന്നവർ എപ്പോഴും ഇസ്ലാമിൽ നിന്ന് ഒളിച്ചോടുന്നതും ഇസ്ലാമിന് ഒരുപാട് പരിക്കേൽപ്പിക്കുന്നതും നമുക്ക് കണ്ടെത്താൻ കഴിയും. ആരൊക്കെ ഇസ്ലാമിനെ വിമർശിക്കുന്നുവോ അവരൊക്കെ തിന്മയുടെ വഴിക്ക് സമ്പാദിച്ച. എപ്പോഴും നമ്മൾ ഹലാലായ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ, ഒരിക്കലും ഹറാമായ ഭക്ഷണം കഴിക്കരുത്. മാലിക് ദിനാറും സംഘവും കേരളത്തിൽ വന്ന സംഭവം നമുക്കറിയാമല്ലോ. അവർ പിന്നെ വന്ന ഉടനെ അപ്പു എന്നൊരു വ്യക്തി എന്ത് ചെയ്തു, തെങ്ങിൽ കയറി കരിക്കിട്ട് കൊടുത്തു. കരിക്ക് കിട്ടിയ ഉടനെ അവർ പറഞ്ഞു, ഇത് നിങ്ങളുടെ സ്വന്തം തെങ്ങിൽ നിന്നാണ് എടുത്തത് എന്ന് ചോദിച്ച ശേഷം ഉറപ്പ് വരുത്തിയിട്ടാണ് അവർ കഴിച്ചത്. കാരണം ഹറാമായതൊന്നും കഴിക്കരുത്. കാരണം ഹറാമായത് എന്ത് ഭക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മളിലെ വിശ്വാസം, ഈമാൻ ചോർന്നു പോകും. ഒരു പ്രമുഖ സൂഫി പണ്ഡിതൻ, ഇനിയിപ്പോൾ വലിയൊരു പണ്ഡിതൻ, ഷാഫി ഇമാമോ ഞാൻ തോന്നുന്നു, ഹനഫി ഇമാമോ മറ്റാന്ന് തോന്നുന്നു, ഒരു വീട്ടിലേക്ക് വന്നു. ഒരു വീട്ടിൽ പിന്നെ വിരുന്നിന് വന്നു. വിരുന്നിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അന്ന് രാവിലെ ഇദ്ദേഹത്തിന് എണീക്കാൻ കഴിഞ്ഞ സുബഹി നിസ്കാരം കളായിപ്പോയി. അപ്പം ഹനഫി ഇമാമെന്ന് വെക്കുക. ഹനഫി ഇമാമ ഉടനെ ചോദിച്ചു, നിങ്ങൾ തന്ന ഭക്ഷണമൊക്കെ ഹലാലായ ഭക്ഷണമാണ്, തന്നിൽ ഹറാമ് കടന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും കടന്നിട്ടില്ലല്ലോ. ഹലാലായ ഭക്ഷണം തന്നെയാണ് തന്നത്. അങ്ങനെ അന്വേഷിച്ച് ഞങ്ങൾക്ക് പണം കൊടുത്തു, നിങ്ങൾ പണം കൊടുത്തിട്ടാണോ വാങ്ങിയത്, അതേ പണം തന്നിട്ടാണോ വാങ്ങിയതെന്ന് പറഞ്ഞു. അങ്ങനെ ആലോചിച്ചതെന്ന് പറഞ്ഞ് ശരിക്കും ആലോചിച്ചു. ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ഒരു പീടികയിൽ നിന്ന് വഴുതനങ്ങ വാങ്ങാമെന്ന് കരുതി. അപ്പം ആ പീടികയിൽ ആളില്ല. പിന്നെ അയാൾ വന്നിട്ട് ആളില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം വഴുതനങ്ങ എടുത്തു കൊണ്ടുവന്നു. പക്ഷേ പിന്നെ എനിക്ക് കൊടുക്കാൻ മറന്നുപോയി, ആ പൈസ കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഹറാമായ ഭക്ഷണം, അയാൾ പീടികയിൽ ആളില്ലാതെ എടുത്തതാണ്. പക്ഷേ ഞാൻ എപ്പോഴും വാങ്ങുന്ന പീടികയിൽ നിന്ന് സാധനം എടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല, ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്നലെ എനിക്ക് കൊടുക്കാൻ മറന്നുപോയി. ഞാൻ ചന്തയിൽ പോയി തിരിച്ചു വരുമ്പോൾ അത് കൊടുക്കാൻ വിട്ടുപോയി. അത് തന്നെയാണ് സുബഹി നിസ്കാരം എനിക്ക് കളായിപ്പോയി. അതാണ്. അപ്പോൾ ഹറാമായതൊന്നും നമ്മൾ കഴിക്കരുത്. അപ്പോൾ ഈ ഹറാമായത് കഴിക്കുമ്പോഴാണ് പലരും ഇസ്ലാമിനെ എതിർക്കുന്നതും, ഇസ്ലാമിൻ്റെ സന്ദേശം വരുമ്പോൾ അവർ പിന്നെ അതിലേക്ക് മനസ്സ് കൊടുക്കാതിരിക്കുന്നതും, നല്ലതിലേക്ക് എത്തിപ്പെടാതിരിക്കുന്നതും. അപ്പോഴും പിന്നെ തേന് കണ്ടെത്തുന്ന പോലെ യഥാർത്ഥ സത്യവിശ്വാസികൾ നന്മ കണ്ടെത്തും നമ്മൾ. പക്ഷേ നല്ലത് എന്ത് കണ്ടാലും നമ്മൾ സ്വീകരിക്കാതിരിക്കും, തിന്മ എന്ത് കണ്ടാലും അതിനെ അനുകൂലിക്കുകയൊക്കെ ചെയ്യുന്ന പ്രധാന കാരണം നമ്മൾ ഭക്ഷണത്തിൽ ഹറാമ് കലരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും ഹറാമ് കലരാൻ പാടില്ല. എപ്പോഴും അധ്വാനിച്ച് ജീവിക്കുക, ഹറാമായതൊന്നും എടുക്കരുത്. അതുപോലെ തന്നെ വളഞ്ഞ വഴിക്കൊന്നും സമ്പാദിക്കരുത്. നേരെ പോകുന്നതിൽ ജീവിക്കുക.
അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ എൻ്റെ മാതാപിതാക്കളെ ഞാൻ പഠിക്കുമ്പോൾ അവരൊരിക്കലും ഇങ്ങനെ ഹറാമായതൊന്നും എനിക്ക് തന്നിട്ടില്ല എന്നുള്ളൊരു ഇത് ഞാൻ കണ്ടെത്താൻ കഴിഞ്ഞു. പണ്ട് എൻ്റെ അപ്പയുടെ ടൈലർ ഷോപ്പിൽ ഇങ്ങനെ പഴയ കുടുക്കുകളൊക്കെ ഉണ്ടാവും. എൻ്റെ അമ്മ പറയും, പഴയ കുടുക്കുകൾ കൊടുത്തൂടെ, വാപ്പക്ക് ഒരുപാട് കിട്ടാക്കുറ്റികളൊക്കെ ഉണ്ട്. കിട്ടാക്കുറ്റികൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ പഴയ കുടുക്കൊക്കെ വെച്ച് കൊടുത്തൂടെ പറയും. വാപ്പ പറയും, എൻ്റെ വാപ്പ എന്നെ പഠിപ്പിച്ചത് പിന്നെ തൊഴിലിൽ കള്ളത്തരം കാണിക്കരുത് എന്നാണ്. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ വാപ്പ അപ്പോഴും എന്ത് സത്യസന്ധമായിട്ട് ഒക്കെ ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഷർട്ടിൻ്റെ ക്യാൻവാസൊക്കെ വെക്കുമ്പോൾ മറ്റേ മുന്തിയ ക്യാൻവാസ്, വില കൂടിയ ക്യാൻവാസാണ് വെക്കുക, ഒന്നും ലോക്കൽ വെക്കില്ല. അതുപോലെ പിന്നെ നൂലാണെങ്കിൽ നല്ല നൂല്. ഞാനൊക്കെ എന്നോട് ചിലപ്പോൾ വാങ്ങി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനെന്ത് ചെയ്യും, ചിലപ്പോൾ നൂല് ശരിക്കും കളറൊന്നും ശരിയാവില്ല, ചീത്ത പറയും. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും എത്രയൊക്കെ സൂക്ഷിച്ച് നോക്കണമെന്നൊക്കെ വിചാരിക്കും. നല്ല അതുപോലെ ക്യാൻവാസൊക്കെ ഒരു പ്രത്യേക കമ്പനി ഉണ്ട്, എന്താണ് ടാൽക്കോ, അങ്ങനത്തെ ഒരു കമ്പനികളുണ്ട്. അത് വേണം, അതില്ലാത്ത വേറെ വാങ്ങി കൊടുത്താൽ ചീത്ത പറയും. അപ്പോൾ എന്നിട്ട് പീഡിയക്കാരൻ പറയും, ഇതൊക്കെ ആരാണ് ഇട്ട് കൊടുക്കുന്നത്, എൻ്റെ വാപ്പൊക്കെ നല്ല സ്ഥലമൊക്കെ വില കൂടിയ സാധനമാണല്ലോ, അതൊക്കെ ആരാണ് ഇവിടെയുള്ള പീഡിയക്കാരൊന്നും ഇത് കൊണ്ടുപോകില്ല, ഇവിടെയുള്ള പീഡിയക്കാരൊക്കെ ലോക്കലാണ് കൊണ്ടുപോകൽ എന്നൊക്കെ പറയും. വാപ്പ എപ്പോഴും നല്ല സാധനങ്ങളാണ് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ അടിക്കുന്നതൊക്കെ കൃത്യമായിട്ട് അടിച്ച്, പാൻറ്റിൻ്റെ ഒക്കെ അടിയൊക്കെ വളരെ കൃത്യമായിട്ട് അടിച്ച് മടക്കി പിടിച്ച് ഒക്കെ ആക്കി കൊടുക്കുന്നത്. നല്ല സിബ്ബാണെങ്കിൽ നല്ല സിബ്ബ്, ലോക്കൽ വാങ്ങി കഴിഞ്ഞാൽ ചീത്ത പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഹലാലായ ഭക്ഷണമാണ് നമ്മളെ തീറ്റിച്ചത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മഹദീമം എന്ന പദവിയിലെത്താൻ കഴിഞ്ഞു. അപ്പം പറഞ്ഞത് നമ്മളെപ്പോഴും ഹലാലായത് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ, ഹലാലായത് നമ്മളെ മക്കളെ കഴിപ്പിക്കാൻ പറ്റുള്ളൂ. ഹലാലല്ലാത്തത്, ഹറാമായത് കഴിപ്പിക്കുമ്പോഴാണ് അവർ തിന്മയിലേക്ക് പോയി പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഹലാലായ ഭക്ഷണം, ഹലാൽ വെച്ചാൽ പിന്നെ കട്ടത് എന്ന് മാത്രമല്ല അതിനർത്ഥം, മറിച്ച് പിന്നെ വളഞ്ഞ വഴിക്ക് കീറുക, ശുപാർശ കൊടുത്ത് ജോലിക്ക് കീറുക. ഇപ്പോൾ അടുത്തൊരു കാസിം ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, ഒരു ജോലി അദ്ദേഹത്തിൻ്റെ അടുത്ത് വേറൊരു വ്യക്തിയുടെ അടുത്തെത്താൻ തോന്നുന്നു, ഒരു മൗലവിൻ്റെ അടുത്ത് മറ്റ് 2 പേര് എന്ത് ചെയ്തു, ശുപാർശക്ക് വന്നു. അപ്പോൾ അവർക്ക് ഇന്ന സ്ഥലത്ത് ജോലി എന്തായാലും കിട്ടും, ഏതോ യൂണിവേഴ്സിറ്റിയിൽ ഇസ്ലാമിക് ജോലി കിട്ടും, പക്ഷേ അവർ പറഞ്ഞ് ഒരു റെക്കമെൻഡ് വേണമെന്ന്. അപ്പോൾ പറഞ്ഞു, ആ റെക്കമെൻഡിന് ഇപ്പം എന്താ താമസം, നമുക്ക് തങ്ങളടുത്ത് പോവാം, തങ്ങൾ പാപ്പനടുത്ത് പോകാമെന്ന് പറഞ്ഞു. തങ്ങൾ ഷിയാബ് തങ്ങളോ മറ്റോ തങ്ങളടുത്ത് പോവാം, പാണക്കാട് പോകാമെന്ന്. അങ്ങനെ ഇങ്ങനെ പാണക്കാട് വീട്ടിൽ വന്നു, എന്താണ് ഇങ്ങനെ എൻ്റെ മകനക്ക് ജോലിൻ്റെ കാര്യമാണ്, അപ്പോൾ ഒരു ശുപാർശ വേണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ചായ അങ്ങോട്ട് കൊടുത്തു. എന്നാൽ വെളിയിൽ നിന്ന് എണീപ്പിച്ചു, ഗേറ്റിൻ്റെ അടുത്ത് വരെ കൊണ്ടുവന്ന് പറഞ്ഞു, ശുപാർശയ്ക്ക് വേണ്ടി ഈ മേലാൽ ഈ ഗേറ്റ് ഇങ്ങോട്ട് കടന്നു വരരുത് എന്നിട്ട് അവരെ പുറത്താക്കി. അപ്പോൾ അതാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഒരിക്കലും ശുപാർശ വഴി ഒരിക്കലും നമ്മൾ കയറരുത്. പണ്ട് എനിക്കും ഒരു മാധ്യമത്തിൽ ഒരു ജോലി കിട്ടിയിരുന്നു, ജോലിക്ക് അപേക്ഷ. അപ്പോൾ അവർ പറഞ്ഞു ശുപാർശ വേണമെന്നോ. ഞാൻ എന്തെങ്കിലും ശുപാർശക്ക് പോയില്ല, കാരണം എനിക്ക് വലിയ താല്പര്യമില്ല. നമ്മൾ ഒരു വീട്ടിൽ പോയിട്ട് ചോദിക്കണം, അയാൾ ശുപാർശക്ക് തരും, പക്ഷെ എന്നാലും എനിക്കൊരു മടി. അതുപോലെ തന്നെ ദേവഗിരി കോളേജിൽ എനിക്ക് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫാദറിനെ കാണാൻ വേണ്ടി ഉപ്പയോട് പറഞ്ഞു, ഇപ്പോൾ കൂട്ടാക്കിയില്ല, ഇപ്പോൾ അതിന് ശുപാർശ ഒന്നും സ്വീകരിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ അത് തള്ളിക്കളഞ്ഞു. ജോലി പിന്നെ അവിടെ സീറ്റ് കിട്ടിയില്ല, പ്രീ ഡിഗ്രിക്ക് കിട്ടിയതുമില്ല, പക്ഷെ എനിക്കിപ്പോൾ പരാതിയില്ല. പറഞ്ഞു തന്നെ നമ്മൾ ഒരിക്കലും ശുപാർശ വഴിക്കൊന്നും കയറരുത്. നമ്മൾ പഠിക്കുക, അതിനുള്ളത് കിട്ടിയാൽ മതി. ശുപാർശ ഇല്ലാതെ നമ്മുടെ യോഗ്യത മെരിറ്റ് നോക്കിയിട്ട് കീറുക, ഇല്ലെങ്കിൽ വേണ്ട, ഇത് സമാധാനിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ കീറുന്നതൊക്കെ എന്ത് ചെയ്യുക, ഹറാമായ, അങ്ങനെ നമ്മൾ ശുപാർശ വഴി കീറുന്ന ഹറാമായ ഭക്ഷണമായിരിക്കും. എല്ലാത്തിലും നമ്മൾ നേരായ വഴിക്ക് നീങ്ങുക. അതുപോലെ തന്നെ ധാരാളം പരസ്യങ്ങൾ നൽകി ഉൽപ്പന്നങ്ങൾ ചെലവഴിക്കുക, അതൊന്നും പാടില്ല. നമ്മൾ നല്ല ഒരു സാധനങ്ങൾ വിൽക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ അറിവിലൊരു ജ്യൂസും പീടികക്കാരുണ്ട്. ജ്യൂസും പീടികയിൽ സാധാ കുറച്ചൊരു
ഒരു 3-4 മേശയും കസാലയും ഒക്കെ സാധാ ഒരു വലിയ കുളൂസൊന്നുമില്ല. ഇപ്പോഴത്തെ ജ്യൂസും പീടിയന്മാർ പല കുളൂസും പിന്നെ എന്താണ് പിന്നെ അതിൻ്റെ പച്ചമുളകിൻ്റെ ഇതും വലിയ സംഭവങ്ങളും വലിയ ഉയരമുള്ള സ്റ്റൂളും കസാലയും അങ്ങനത്തെ ഒന്നുമില്ല. സാധാ പഴയ മോഡൽ ഒരു 4 മേശയും കസാലകളും. പക്ഷേ അടിച്ചുപൊളി ജ്യൂസാണ്. പപ്പായൊക്കെ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ ധാരാളം കടലയ്ക്കും നല്ല മധുരമൊക്കെ ഉണ്ട്. ഇപ്പോൾ അടുത്ത് ഞാൻ മറ്റൊരു കടയിൽ നിന്നൊരു അവിൽ മിൽക്ക് കുടിച്ച് മധുരമില്ല, കുറേ അവിലും ഉണ്ട്, കടലൊക്കെ ഇല്ല. അതാണ് ഇദ്ദേഹം നല്ല മധുരമോടും ഒക്കെ പണ്ടേ അങ്ങനെ ആ ജ്യൂസ് പിതാവ് നടത്തുമ്പോഴേ അങ്ങനെ തന്നെയാണ്. അവൻ നല്ല ആളാണ്. വൈകുന്നേരമൊക്കെ പോയി കഴിഞ്ഞാൽ സീറ്റ് ഉണ്ടാവില്ല, അത്രക്കും ആളായിരിക്കും. നല്ല രുചിയാണ്. ഏത് ജ്യൂസാണെങ്കിലും പായസം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. നല്ല സാധനങ്ങൾ യാതൊരു മായമില്ലാതെ കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾ വരും. ഇത് കുറേ വലിയ കുളൂസായിട്ട് ഒരു ഗ്ലാസും അതും ഇതൊക്കെ ആക്കി വെച്ചിട്ട് ആൾക്കാരതൊന്നുമല്ല നോക്കുക. അങ്ങനെ പല ഗ്ലാസും വലിയ സംഭവം കുളൂസൊക്കെ ആയിട്ട് പല ജ്യൂസും പീടികയും നമ്മുടെ നാട്ടിലൊക്കെ തുടങ്ങുകയും പിന്നെ അത് പൂട്ടി പോകുന്നതും കാണാം. അപ്പോൾ നമ്മൾ മായമില്ലാത്ത സാധനങ്ങൾ കൊടുക്കുക, അതാണ് ഹലാലായ ഭക്ഷണം. അല്ല ഹറാമെന്ന് വെച്ചാൽ കള്ള്, മദ്യം, മയക്കുമരുന്ന് അത് മാത്രമല്ല. നമ്മുടെ വരുമാനത്തിൽ ഒന്നും യാതൊരു ഹറാമും ചേരാൻ പാടില്ല. ഹലാലായ വഴിക്ക് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ നമ്മളെ മക്കളെ തീറ്റിക്കുക, നമ്മളും ഭക്ഷിക്കുക, എങ്കിൽ മാത്രമേ നമ്മൾ സത്യത്തിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ. ഹലാലായ മാർഗത്തിൽ നീങ്ങുന്ന, ഹലാലായ ഭക്ഷണം കഴിക്കുന്ന ആ ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.